പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ കരുനാഗപ്പള്ളി. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചതുമായിട്ടുള്ള, നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യക്ക് ചെസ് ഒളിമ്പ്യാഡ്, ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ന മേഖലയിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നുള്ള വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ, നിയമങ്ങൾ, അതിൻ്റെ കരുക്കളുടെ പേരുകൾ, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ എവിടെ നടന്നു, വിജയിച്ചതാര് എന്നീ വസ്തുതകൾ കൂടുതലായിരിക്കും PSC ചോദിക്കുമ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയായിരിക്കും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്സുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ വശങ്ങളും അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലേക്ക് ഭംഗിയായി ശ്രദ്ധിക്കുക. വീഡിയോ ആവർത്തിച്ച് കാണുക. മനസ്സിലായില്ല എന്നെങ്കിലും ഒന്നും കൂടെ ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചെസ്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK വസ്തുതകളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെസ് ഒളിമ്പ്യാഡ്. ചെസ് ഒളിമ്പ്യാഡിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുക. ചെസ് ഒളിമ്പ്യാഡും അല്ലെങ്കിൽ ചെസ് ചാമ്പ്യൻഷിപ്പൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ചെസ് മത്സരങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്. ആ സംഘടനയെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിൻ്റെ പേരാണ് FIDE. ഇപ്പം നമുക്കറിയാം, ഫുട്ബോൾ മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് FIFA എങ്കിൽ ചെസ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന വലിയ സംഘടനയിൽ ഒന്നാണ് FIDE. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ചെസ് ചാമ്പ്യൻഷിപ്പ്, ഇവിടെ ഇന്ത്യ ഒരുപാട് സ്വർണത്തിലേക്ക് വിജയത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സംഘടന ചോദിക്കും, അത് എന്ന് വന്നു എന്ന് ചോദിക്കും, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ആനുകാലിക പ്രസക്തി വരുന്ന സമയത്ത് ആ സംഘടനയിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ചെസ് സംഘടനയാണ് FIDE എന്ന് പറയാം. FIDE എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടറിയാം ഇതിന് ഫുൾ ഫോം ഉണ്ടായിരിക്കും. നോർമലി നമുക്ക് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ, അതായത് ചെസ് മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് FIDE. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ചെസ് മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ FIDE. അതുപോലെ ഫുട്ബോൾ മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ചോദിച്ചാൽ FIFA. അപ്പോൾ ഓരോന്നും ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അതിന് പ്രസക്തി കൂടുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ചെസ് ഒളിമ്പ്യാഡിൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഇരട്ട സ്വർണം നേടി ഈ 2024. അതുപോലെ തന്നെ നമ്മൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള D. ഗുഗേഷ് ചാമ്പ്യൻ ആയിരിക്കുകയാണ്. വിശ്വനാഥൻ ആനന്ദ് കഴിഞ്ഞാൽ പിന്നെ D. ഗുഗേഷ് ആണ് ഇന്ത്യയിൽ നിന്നുമുള്ള രണ്ടാമത്തെ ലോക ചാമ്പ്യനാകുന്നത്. അതെല്ലാം കൊണ്ട് തന്നെ ഇതിലുള്ള ചോദ്യത്തിൻ്റെ സാധ്യത വളരെ കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് FIDE കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ചെസ്സുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ആ സംഘടനയെക്കുറിച്ചാണ് FIDE. FIDEക്ക് നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ എന്ന് പഠിച്ചാൽ മതിയാവും. എങ്കിൽ ഇതിന് ഫുൾ ഫോം ഉണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഡസ് ഇ ചെസ്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഡസ് ഈ ചെസ് എന്നാണ് ഇതിന്റെ കറക്റ്റ് ഫുൾ ഫോം പറയുക. ഇപ്പം നമുക്ക് നന്നായിട്ട് അറിയാം, ചെസ് കളിക്കുന്നത് ഡെസ്കിന്റെ പുറത്ത് വെച്ചാൽ. അപ്പോൾ ഡെസ്കിന്റെ പുറത്ത് വെച്ച് കളിക്കുന്ന ചെസ്, അപ്പോൾ ഡെസ് ഉണ്ടല്ലോ, ആ ഡെസ്കിന്റെ പുറത്ത് ചിലപ്പോൾ ഈച്ചയും വന്നിരിക്കും. അപ്പോൾ ഡെസ് ഈ ചെസ് എന്നാണ്. ക്ലിയർ അല്ല? അപ്പോൾ അത് ഓർക്കുക, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഡെസ് ഈ ചെസ് ഇതിന്റെ ഫുൾ ഫോം ആണ്. 1924 ഈ സംഘടന ഫോം ചെയ്തത്. 1924 സംഘടന രൂപീകരിച്ചത്. ഇനി ഈ സംഘടനയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ലൊസൈൻ. സംഘടനയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ലൊസൈൻ ഏത് രാജ്യത്താണെന്നാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അന്താരാഷ്ട്ര ചെസ് സംഘടനയാണ് FIDE. 1924 സ്ഥാപിതമായി. അതിന്റെ ഫുൾ ഫോം ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഡസ് ഈ ചെസ് എന്നാണ്. ഇനി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ലൊസൈൻ, സ്വിറ്റ്സർലാൻഡ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ നിലവിലെ FIDEയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാഡി ദ്യോക്കോവിച്ച്. അപ്പോൾ ആർക്കാഡി ദ്യോക്കോവിച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്റർനാഷണൽ ചെസ് സംഘടനയാണ് FIDE. FIDEയുടെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആർക്കാഡി ദ്യോക്കോവിച്ച് ആണ്. ഇതാണ് അധ്യക്ഷനെങ്കിൽ ഉപാധ്യക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ്. 5 പ്രാവശ്യം ലോക ചെസ് ചാമ്പ്യനായ വ്യക്തിയാണ്. ചെന്നൈക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് വിശ്വനാഥൻ ആനന്ദ്. അപ്പോൾ നമ്മുടെ FIDEയുടെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് വിശ്വനാഥൻ ആനന്ദാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ, നമ്മുടെ ഇന്ത്യയിൽ നിന്നും 5 പ്രാവശ്യം വേൾഡ് ചെസ് ചാമ്പ്യനായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ടാമത്തെ, അതായത് ഉപാധ്യക്ഷനായിട്ടിരിക്കുന്ന വ്യക്തി. അപ്പോൾ അധ്യക്ഷൻ നമുക്ക് ഒന്നും പറയാം, ആർക്കാഡി ദ്യോക്കോവിച്ച്, ഉപാധ്യക്ഷൻ വിശ്വനാഥൻ ആനന്ദ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ചെസ് ഒളിമ്പ്യാഡും ചെസ് ചാമ്പ്യൻഷിപ്പും ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സംഘടനയെ പഠിച്ചു എന്ന് മാത്രം.
കാര്യം ഇത്രത്തോളം പ്രാധാന്യമുള്ള ടോപ്പിക് ആയതുകൊണ്ട് ആ സംഘടനയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി പ്രധാന ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ചെസ് ഒളിമ്പ്യാഡ്. ഓക്കെ, ചെസ് ഒളിമ്പ്യാഡ് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ചെസ് ഒളിമ്പ്യാഡ് 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മത്സരമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ചെസ് ഒളിമ്പ്യാഡ് 2 വർഷത്തിൽ ഒരിക്കൽ മത്സരം നടക്കുന്നുവെങ്കിലും അത് ഇപ്പം നടന്നത് എവിടെ, ഇനി വരാൻ പോകുന്നത് എവിടെ, നേരത്തെ എവിടെ നടന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡ് ആദ്യമായി ആരംഭിച്ചത് 1927-ലാണ്. അത് ലണ്ടനിലായിരുന്നു. അന്ന് ജേതാക്കളായത് ഹംഗറിയാണ്. അപ്പോൾ ചെസ് ഒളിമ്പ്യാഡ് 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചെസ് ചാമ്പ്യൻഷിപ്പാണ്. ആദ്യമായി ആരംഭിച്ചത് 1927-ലാണ്. അന്ന് വേദിയായത് ലണ്ടൻ, ജേതാക്കൾ ഹംഗറി. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് 27-ൽ നടന്നത് ചെസ് ഒളിമ്പ്യാഡിന്റെ ഒഫീഷ്യലാണ്. അൺഒഫീഷ്യലായിട്ട് 1924-ൽ നടന്നു. പക്ഷെ അത് അനൗദ്യോഗികമായതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യകതയില്ല. പക്ഷെ ചെസ് ഒളിമ്പ്യാഡ് ഒഫീഷ്യലായിട്ട് ആദ്യം ആരംഭിച്ചു എന്നുള്ള കാര്യം പഠിച്ചു തുടങ്ങിയാൽ മതി. അത് 27 മുതലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഫിഡെ എന്ന സംഘടന വന്നത് 1924-ലാണ്. അതിൽ ഫിഡെയുടെ ആസ്ഥാനം ലൊസൈനാണ്. ലൊസൈൻ ആസ്ഥാനമായ ഫിഡെ വേറൊരു ആസ്ഥാനം കൂടെ ഉണ്ട്, ഒളിമ്പിക്സിന്റെ ആസ്ഥാനവും ലൊസൈനാന്ന് ഓർത്ത് വയ്ക്കണേ, ഞാൻ പറയാൻ വിട്ടുപോയി. ഒളിമ്പിക്സിന്റെ ആസ്ഥാനം ലൊസൈനാണ്. അങ്ങനെയാണെങ്കിൽ ചെസ് ഒളിമ്പ്യാഡ് 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു. ആദ്യ വേദി ലണ്ടൻ, ആദ്യ ജേതാക്കൾ ഹംഗറിയാണ്. നമുക്കറിയേണ്ടത് 2022-ൽ നമ്മൾ പറഞ്ഞല്ലോ 2 വർഷം കൂടുമ്പോൾ നടക്കുകയായിരുന്നു. 2022-ൽ നടന്നത് 44ാമത് ചെസ് ഒളിമ്പ്യാഡ് ആയിരുന്നു. അന്ന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈയാണ്. ചെന്നൈ നമുക്കറിയാം തമിഴ്നാടാണ്. അന്ന് ജേതാക്കളായത് ഉസ്ബെക്കിസ്ഥാനാണ്. ആതിഥേയത്വം വഹിച്ചത് ചെന്നൈ, തമിഴ്നാട്ടിലായിരുന്നു. അന്ന് ആതിഥേയത്വം വഹിച്ച ചെന്നൈയിൽ വിജയിച്ചത് ഉസ്ബെക്കിസ്ഥാനായിരുന്നു. അന്ന് വിജയിച്ചവർക്ക് ഗോൾഡാ കൊടുക്കുക. അതുപോലെ സെക്കൻഡ് വരുന്നവർക്ക് സിൽവർ, തേർഡ് വരുന്നവർക്ക് ബ്രോൺസ്. അന്ന് ഇന്ത്യക്ക് 3-ാം സ്ഥാനം ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് വെങ്കലമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു 2022-ലെ വേദി ചെന്നൈയിലെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ ജേതാക്കളായത് ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ 22-ൽ നടന്ന 44 പഠിക്കാൻ സുഖം. 2 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ 22-ന്റെ ഇരട്ടി 44 എന്ന് പഠിക്കാൻ സുഖം. അതുപോലെ നമ്മൾ പറയട്ടെ, അന്ന് തമിഴ്നാട്ടിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ ആ ചെസ് ഒളിമ്പ്യാഡിന്റെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിരയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെസ്സിലെ ഒരു കരുവാണല്ലോ കുതിര. ആ കുതിരയുടെ പേര് അവർ തമ്പി എന്നാണ് കൊടുത്തത്. തമിഴ്നാട്ടിലാണ് അണ്ണനും തമ്പിയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചെസ് ഒളിമ്പ്യാഡിന്റെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിരയാണ്. ഇപ്പം നമ്മൾ 24-ൽ പഠിക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ എഡിഷൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. കാര്യം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ രീതികൾ അങ്ങനെയാണ്. പുതിയത് വരുമ്പോഴും പഴയതൊന്നും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 44-ാമത്തെ എഡിഷൻ അന്ന് വേദിയായത് ചെന്നൈയാണ്. അവിടുത്തെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിരയാണ്. അന്ന് ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചു. 1-ാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാൻ. ഇതെല്ലാം നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നുവെങ്കിൽ 2022-ൽ 44 ആണെങ്കിൽ പിന്നെ നടന്നത് 2024 ആയിരിക്കും. അത് എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? 45-ാമത്തെ എഡിഷനാണ്. 44, 45. ഇത് 24-ലാണ്. അപ്പോൾ 2024-ൽ നടന്നത് 45-ാമത്തെ എഡിഷനാണ്. വേദി ബുഡാപെസ്റ്റ്, ഹംഗറി. നമ്മൾ ഹംഗറി നേരത്തെ ഒന്ന് പരാമർശിച്ചു. കാര്യം ആദ്യമായി വേൾഡ് ചെസ് ഒളിമ്പ്യാഡിൽ വേൾഡ് ചെസ് ഒളിമ്പ്യാഡ് വിജയിക്കുന്നത് ഹംഗറിയാണെന്ന് നമ്മൾ നേരത്തെ ഒന്ന് പരാമർശിച്ചു. പക്ഷെ ഇവിടെ വിജയിച്ചതല്ല. ഇവിടെ 45-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദിയാണ് ഹംഗറി. ഹംഗറിയുടെ തലസ്ഥാനമാണ് ബുഡാപെസ്റ്റ്. അപ്പോൾ ഹംഗറി ആതിഥേയത്വം വഹിച്ച 45-ാമത്തെ ചെസ് ഒളിമ്പ്യാഡാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതിനു മുൻപ് ഒരിക്കൽ കൂടി ഞാൻ പറയാം, 22-ൽ നടന്നത് 44-ാമത്തെ എഡിഷനാണ്. 24-ൽ നടന്നത് 45-ാമത്തെ എഡിഷനാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2026-ലാണ് അടുത്ത ചെസ് ഒളിമ്പ്യാഡ്. എന്തുകൊണ്ടാണ്? കാര്യം 2 വർഷത്തിലൊരിക്കലാണ് ചെസ് ഒളിമ്പ്യാഡ് നടക്കുക. 22 കഴിഞ്ഞു, 24, ഇനി വരാൻ പോകുന്നത് 26. അപ്പോൾ 26-ൽ 46-ാമത്തെ എഡിഷൻ ആയിരിക്കും. 44, 45, 46. അതിന് വേദിയാകുന്നത് താഷ്കന്റ്, ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, അത് കഴിഞ്ഞ് വേദി അനൗൺസ്ഡ് ആയിട്ടുണ്ട് 2028. നമുക്ക് എല്ലാവർക്കും അറിയാം 2 വർഷത്തിലൊരിക്കലാണ് ചെസ് ഒളിമ്പ്യാഡ് നടക്കുക. അപ്പോൾ 22-ൽ നടക്കുന്നത് 47-ാമത്തെ എഡിഷൻ. അത് അബുദാബി, UAE. അറബ് രാജ്യങ്ങളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അബുദാബി. അപ്പോൾ 22 കഴിഞ്ഞു, 24 കഴിഞ്ഞു, 26, 28. എങ്കിലും നേരത്തെ കഴിഞ്ഞ ചെന്നൈയും
ഇപ്പോൾ കഴിഞ്ഞ ബുഡാപെസ്റ്റും ഇനി വരാൻ പോകുന്ന താഷ്കൻഡും ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. കാര്യം കഴിഞ്ഞതും ഇപ്പം നടന്നതും ഇനി വരാൻ പോകുന്നതുമാണ് PSC കൂടുതലും ചോദിക്കുക. എങ്കിലും അബുദാബി ഓർത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെസ് ഒളിമ്പ്യാഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ഹെഡിങ് ഇതാണ്: 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡ്. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡ്, വേദി ബുഡാപെസ്റ്റ്. ഇവിടെ ഭാഗ്യചിഹ്നമൊന്നും അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യചിഹ്നം ഇന്ത്യയിൽ വെച്ച് നടന്നുകൊണ്ട് തമ്പി എന്ന കുതിരയാണ്. ഇവിടെ ഭാഗ്യചിഹ്നത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ 45ാമത് എഡിഷൻ ബുഡാപെസ്റ്റ്, ഹംഗറിയാണ്. ഇവിടെ 1884 കായിക താരങ്ങളാണ് പങ്കെടുത്തത്, ചെസ് പ്ലെയേഴ്സാണ് പങ്കെടുത്തത്. ഇതിൽ ഓപ്പൺ വിഭാഗത്തിൽ 193 ടീമും വനിതാ വിഭാഗത്തിൽ 181 ടീമുമാണ് പങ്കെടുത്തത്. ഓപ്പൺ വിഭാഗത്തിൽ 193 ടീമും വനിതാ വിഭാഗത്തിൽ 181 ടീമുമാണ് പങ്കെടുത്തത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഇരട്ട സ്വർണം നേടുന്നു. ഓക്കെ, ഓപ്പൺ വിഭാഗത്തിൽ 193 ടീമും വനിതാ വിഭാഗത്തിൽ 181 ടീമും മത്സരിച്ചു. ഇവിടെ ചരിത്രത്തിലാദ്യമായി ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ ഇരട്ട സ്വർണം നേടുന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടീമിൽ 5 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, 193 ടീമുകളുള്ള അവിടെയാണ് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ രാജ്യങ്ങൾ തന്നെയാണത്. അതുപോലെ 191 ടീമുകളുള്ള സ്ഥലത്താണ് നമ്മൾ 1ാം സ്ഥാനം നേടിയത്. അപ്പോൾ PSC ചോദിക്കാം, ഏതൊക്കെ വിഭാഗത്തിലാണ് ഇന്ത്യക്ക് ഗോൾഡ് ഒളിമ്പ്യാഡ് കിട്ടിയത്? ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും. ഇനി ഓപ്പൺ വിഭാഗത്തിൽ സെക്കൻഡ് വന്നത് USA-യും വനിതാ വിഭാഗത്തിൽ സെക്കൻഡ് വന്നത് കസാക്കിസ്ഥാനുമാണ്. അതുകൊണ്ട് നോർത്തിയ ഫസ്റ്റ് സെക്കൻഡോട് നോർത്തിയണേ. ഓപ്പൺ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഇന്ത്യ, വനിതാ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഇന്ത്യ, ഓപ്പൺ വിഭാഗത്തിൽ 2ാം സ്ഥാനത്ത് വന്നത് USA-യും വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം വന്നത് കസാക്കിസ്ഥാനുമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം ഇനിയുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓരോ നമുക്ക് വിജയിച്ച ഈ ഓപ്പണിലും വനിതയിലും 5 പേരടങ്ങുന്ന ഒരു ടീമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചത്. ആ 5 പേരും ആരൊക്കെയാണെന്ന് വേണ്ടി വരും. അത് ഓപ്പൺ വിഭാഗത്തിലുള്ളത് പുരുഷ താരങ്ങളാണ്, വനിതാ വിഭാഗത്തിലുള്ളത് വനിതാ താരങ്ങളാണ്. ആ 5 പേരെയും നമ്മൾ പഠിക്കേണ്ടി വരും. കൂടാതെ ഇതിന് പുറമെ ഇന്ത്യക്ക് ഈ ചെസ് ഒളിമ്പ്യാഡിൽ, അതായത് 45ാമത് ഹംഗറിയിൽ വെച്ച് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ 4 ഇൻഡിവിജ്വൽ ഗോൾഡും കൂടെ കിട്ടി, വ്യക്തിഗത ഗോൾഡ് കൂടെ കിട്ടി. അപ്പോൾ ആ വ്യക്തിഗത ഗോൾഡ് നേടിത്തന്ന ആരാണെന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ ഗോൾഡ് നേടിയത് പോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് 4 ഗോൾഡ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ PSC ചോദിക്കാം, ഈ ചെസ് ഒളിമ്പ്യാഡിൽ എത്ര വ്യക്തിഗത സ്വർണ്ണമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്? 4 എന്നാണ് ആൻസർ. ഇനി ഒരു പക്ഷേ ചോദിക്കാം, ആ 4 പേര് ആരൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ 4 പേരിൽ പെടാത്തത് ആര് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പല രീതിയിലും ഇവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആ 4 പേര് ഞാൻ പറയാം. ഇന്ത്യക്ക് എത്ര ഇൻഡിവിജ്വൽ ഗോൾഡ് കിട്ടി? 4 എണ്ണം കിട്ടി. അതിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഒന്ന്, നമുക്ക് പരിചയമുള്ള പേര് ഡി ഗുഗേഷ്, തമിഴ്നാട്. അതുപോലെ തന്നെ ഡി ഗുഗേഷ് കഴിഞ്ഞ് അർജുൻ എർഗേസി, തെലങ്കാനയിലുള്ള ചെസ് പ്ലെയറാണ് അർജുൻ എർഗേസി. അപ്പോൾ ഡി ഗുഗേഷ്, അർജുൻ എർഗേസി. ഇനി 2 വനിതകളാണ്. ഒന്ന് ദിവ്യ ദേശ്മുഖ്, മറ്റൊന്ന് വന്ദിക അഗർവാൾ. ദിവ്യ ദേശ്മുഖും വന്ദിക അഗർവാളും. അപ്പോൾ എന്താ പറയാം, ഡി ഗുഗേഷ് ഉണ്ട്, അതുപോലെ നമ്മൾ പറഞ്ഞ അർജുനുണ്ട്, അർജുൻ എർഗേസി ഉണ്ട്, അതുപോലെ തന്നെ വന്ദിക അഗർവാൾ. വന്ദിക അഗർവാൾ UP. അതുപോലെ ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്ര. ഗുഗേഷ് തമിഴ്നാട്, അർജുൻ എർഗേസി തെലങ്കാന. അപ്പോൾ ഈ 4 പേർക്കാണ് ഇൻഡിവിജ്വൽ ഗോൾഡ് ലഭിച്ചത്. അപ്പോൾ PSC ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇൻഡിവിജ്വൽ ഗോൾഡ് ലഭിക്കാത്തതാര്? ഗുഗേഷ്, അർജുൻ, പ്രജ്ഞാനന്ദ. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമ്മൾ എഴുതാൻ സാധ്യത പ്രജ്ഞാനന്ദയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രജ്ഞാനന്ദയ്ക്ക് ഇൻഡിവിജ്വൽ ഗോൾഡ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടില്ല. ഇവിടെ ലഭിച്ച 4 പേരാണ് ഗുഗേഷ്, അർജുൻ, വന്ദിക, ദിവ്യ ദേശ്മുഖ്. ഓക്കെ, ഇത് ഞാൻ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. അർജുനൊക്കെ പുരാണ കഥാപാത്രത്തിലുള്ള ആൾക്കാരാണ്. അതുപോലെ ദിവ്യമായ അസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അർജുൻ. അതുപോലെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഗുരുക്കന്മാരാണ്. അപ്പോൾ അർജുൻ എറിഞ്ഞ ദിവ്യാസ്ത്രത്തെ വന്ദിക്കാൻ ഗുരു അഭിപ്രായപ്പെട്ടു. അർജുൻ എറിഞ്ഞ ദിവ്യാസ്ത്രത്തെ വന്ദിക്കണമെന്ന് ഗുരു അഭിപ്രായപ്പെട്ടു. അപ്പോൾ അർജുൻ എർഗേസി എറിഞ്ഞ ദിവ്യാസ്ത്രം ദിവ്യ ദേശ്മുഖ് വന്ദിക്കണമെന്ന് വന്ദിക അഗർവാൾ ഗുരു അഭിപ്രായപ്പെട്ടു. ഗുഗേഷ്. കാര്യം നമ്മൾ ഇത്രയും പറയാൻ കാര്യം, നമുക്കിനി 5 പേരടങ്ങുന്ന ആ സഖ്യം നമുക്ക് ഗോൾഡ് നേടി തന്ന ആൾക്കാരെ പഠിക്കുമ്പോൾ ഇതുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഓർമ്മ വയ്ക്കാൻ വേണ്ടി
ഇൻഡിവിജ്വൽ ഗോൾഡ് ആർക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക അർജുൻ എറിഞ്ഞ ദിവ്യാസ്ത്രം വന്ദിക്കാൻ ഗുരു അഭിപ്രായപ്പെട്ടു എന്ന ചിന്ത മനസ്സിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഗോൾഡ് നേടി തന്നു എന്ന് പറഞ്ഞേ. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് ഗോൾഡ് നേടുന്നു. 21 പോയിന്റാണ് ഇന്ത്യ നേടിയത്. ഓപ്പൺ വിഭാഗത്തിൽ ഗോൾഡ് നേടി തന്നത് പുരുഷ താരങ്ങളാണ്. അവരെയാണ് നമുക്കിനി പറയാൻ പോകേണ്ടത്. ഒന്ന് നമ്മൾ പഠിച്ച ഡി ഗുഗേഷ്. അപ്പോൾ ഡി ഗുഗേഷിന് ഇൻഡിവിജ്വൽ ഗോൾഡും കിട്ടി, അതായത് ഓപ്പൺ വിഭാഗത്തിലും ഗോൾഡ് കിട്ടി. അടുത്ത അർജുൻ. അപ്പോൾ അർജുൻ്റെ പ്രത്യേകത ഇൻഡിവിജ്വൽ ഗോൾഡും കിട്ടി, ഓപ്പൺ വിഭാഗത്തിൽ ഗോൾഡ് കിട്ടി. ഇനി നമുക്ക് പറയാൻ പോകുന്നത് പ്രജ്ഞാനന്ദ. പ്രജ്ഞാനന്ദയും തമിഴ്നാടാണ്, ഗുഗേഷും തമിഴ്നാടാണ്, അർജുൻ തെലങ്കാനയാണ്. അപ്പോൾ ഓപ്പൺ വിഭാഗത്തിൽ 5 പേർക്കാണ് നമ്മുടെ ടീമിലുള്ളത്. 5 പേരിൽ 3 പേരായി ഡി ഗുഗേഷ്. ഡി ഗുഗേഷിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലായിട്ടും ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് അർജുൻ എർഗേസി. അർജുൻ എർഗേസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലായിട്ട് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ വിഭാഗത്തിലും ഗോൾഡ് നേടിയ ടീമിൽ ഉൾപ്പെടുന്ന ആളാണ്. പിന്നെ പ്രജ്ഞാനന്ദ, രമേശ് ബാബു പ്രജ്ഞാനന്ദ എന്നാണ്. നമുക്ക് പ്രജ്ഞാനന്ദ എന്ന് പഠിച്ചാൽ മതി, തമിഴ്നാട്ടുകാരനാണ്. ഇനി നമുക്ക് വേണ്ടത് പെൻഡാല ഹരികൃഷ്ണ. പെൻഡാല ഹരികൃഷ്ണ, പെൻഡാല ഹരികൃഷ്ണ ആന്ധ്രാപ്രദേശുകാരനാണ്. പെൻഡാല ഹരികൃഷ്ണ. അടുത്തത് വിദിത്ത് ഗുജറാത്തി. വിദിത്ത് ഗുജറാത്തി, പെൻഡാല ഹരികൃഷ്ണ, അതുപോലെ തന്നെ വിദിത്ത് ഗുജറാത്തി. ഇപ്പൊ ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ഗുജറാത്തുകാരനാണെന്ന് വിചാരിക്കരുത്, മഹാരാഷ്ട്രക്കാരനാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഓപ്പൺ വിഭാഗത്തിൽ നമ്മൾ ഗോൾഡ് നേടിയത് പുരുഷ ടീമിലെ ഇന്ത്യയിൽ ഉൾപ്പെട്ട അംഗങ്ങളെയാണ്. 1 നമ്മൾ പഠിച്ച ഡി ഗുഗേഷ്, 2 അർജുൻ എർഗേസി, 3 പ്രജ്ഞാനന്ദ, 4 പെൻഡാല ഹരികൃഷ്ണ ആന്ധ്രാപ്രദേശുകാരനാണ്, 5 വിദിത്ത് ഗുജറാത്തി. അപ്പോൾ ഇവരാണ് ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യക്ക് ഗോൾഡ് വാങ്ങി തന്ന ടീമിലെ അംഗങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വനിതാ വിഭാഗത്തിൽ ഗോൾഡ് നേടിയ ടീമിലെ അംഗങ്ങളുണ്ട്. ഓക്കെ, അതിനകത്തും 5 പേരാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ടീമിൽ 5 പേരടങ്ങുന്നതാണ് ഒരു ടീം എന്ന് പറയാം. വനിതാ വിഭാഗത്തിൽ നമുക്കായി ഗോൾഡ് നേടി തന്ന ആളുടെ പേര് ഞാൻ പറയാം. 1 നമ്മൾ പഠിച്ച വന്ദിക അഗർവാൾ, പിന്നെ നമ്മൾ പഠിച്ച ദിവ്യ ദേശ്മുഖ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം, നമുക്ക് ഈ 2 പേരും ഇൻഡിവിജ്വൽ ഗോൾഡ് കിട്ടിയ വ്യക്തികളാണ്. 1 വന്ദികയും 1 ദിവ്യയും. ഇനി നമുക്ക് വേണ്ടത് വൈശാലി. അപ്പോൾ ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാൾ, വൈശാലി. വൈശാലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ടറിയാം, ഓപ്പൺ വിഭാഗത്തിൽ ഗോൾഡ് നേടി തന്ന പുരുഷ ടീമിലെ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി. അപ്പോൾ വൈശാലിക്ക് ഗോൾഡ് കിട്ടിയ സമയത്തും അല്ലെങ്കിൽ വൈശാലി ഇതിനകത്ത് പെട്ട സമയത്തും സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളും ഭയങ്കര പ്രശംസയായിരുന്നു. കാരണം ഒരു കുടുംബത്തിലെ 2 പേരും ചെസ് ഒളിമ്പ്യാഡിൽ ഗോൾഡുമായി വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ അത് അവർ ആഘോഷിക്കും, നമ്മുടെ ഇന്ത്യ മൊത്തം ആഘോഷിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വനിതാ വിഭാഗത്തിൽ 3 പേര് ഇപ്പോൾ ആയിട്ടുണ്ട്. മൊത്തം 5 പേര് വരണം. 1 ദിവ്യ, വന്ദിക, അതുപോലെ വൈശാലി. ഇനി ഡി ഹരിക. ഡി ഹരിക, ഹരിതയല്ല ഹരിക, ഡി ഹരിക. അതുപോലെ തന്നെ ഒരാൾ കൂടെ ഉണ്ട്, ഡൽഹിയിലുള്ള ഒരു ചെസ് പ്ലെയറാണ്. അവരുടെ പേര് ടാനിയ സച്ദേവ്. ടാനിയ സച്ദേവ് ഡൽഹിക്കാരിയാണ്. ഹരിക ആന്ധ്രാപ്രദേശുകാരിയാണ്. ദിവ്യ മഹാരാഷ്ട്ര, വന്ദിക UP, വൈശാലി തമിഴ്നാട്. അപ്പോൾ ഹരിക ആന്ധ്രാപ്രദേശ്, ടാനിയ സച്ദേവ് ഡൽഹി. അപ്പോൾ ഈ 5 പേരടങ്ങുന്നവരാണ് നമ്മുടെ വനിതാ വിഭാഗം ഗോൾഡ് നേടിയ ഇന്ത്യൻ ടീമിലെ അംഗങ്ങൾ. അപ്പോൾ പുരുഷ വിഭാഗം ഗോൾഡ് നേടിയ ടീമിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡി ഗുഗേഷ് ഉണ്ട്, അർജുൻ ഉണ്ട്, പ്രജ്ഞാനന്ദയുണ്ട്, വിദിത്ത് ഗുജറാത്തി ഉണ്ട്, പെൻഡാല ഹരികൃഷ്ണയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പുരുഷ വിഭാഗം നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആണ് ശ്രീനാഥ് നാരായൺ. ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷ വിഭാഗം നോൺ പ്ലേയിങ് ക്യാപ്റ്റനാണ് ശ്രീനാഥ് നാരായൺ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെസ് ബോർഡ് കളിച്ചിട്ടില്ല. ഈ കോച്ചെന്ന് പറയാനും പറ്റത്തില്ല. ഈ ടീമിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു നടന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്, നോൺ പ്ലേയിങ്. അദ്ദേഹം കളിക്കളത്തിലേക്കില്ല, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ നയിച്ചത് ഈ ശ്രീനാഥ് നാരായണാണ്. പുരുഷ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രജ്ഞാനന്ദയും ഗുഗേഷിനെ ആ ടീം അടങ്ങുന്ന സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ വനിതാ വിഭാഗം നോൺ പ്ലേയിങ് ക്യാപ്റ്റനാണ് അഭിജിത്ത് കുണ്ഡെ. അഭിജിത്ത് കുണ്ഡെയായിരുന്നു വനിതാ വിഭാഗം നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ. അപ്പം നമ്മൾ പറഞ്ഞു ചെസ് ഒളിമ്പ്യാഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് ഇരട്ട സ്വർണം കിട്ടുന്നു. ഇരട്ട സ്വർണം കിട്ടുന്നത് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ത്യക്ക് വ്യക്തിഗതമായിട്ട് 4 ഗോൾഡും കൂടെ കിട്ടി. ആ 4 ഗോൾഡ് കിട്ടിയവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനോടകം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു ടോപ്പിക് എടുക്കേണ്ടത് ചെസ് ചാമ്പ്യൻഷിപ്പാണ്.
ഡി ഗുഗേഷ് ജേതാവായ ഈ പ്രാവശ്യം 2024 സിംഗപ്പൂരിൽ വെച്ച് നടന്ന വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലൂടെ പഠിച്ചാലേ ഇത് പൂർണ്ണമാകും. പിന്നെ ഒരാളുടെ കൂടെ പേര് ഞാൻ പറയാം, കൊനേരു ഹംപി. കൊനേരു ഹംപി ഇന്ത്യയിൽ നിന്നും 3 വനിതകളാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. ആ 3 വനിതകളിൽ ഒന്ന് കൊനേരു ഹംപിയാണ്. പിന്നെ ഡി ഹരികയുണ്ട്, വൈശാലിയുണ്ട്. കൊനേരു ഹംപി, ഡി ഹരിക, വൈശാലി. കൊനേരു ഹംപിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഈ 2024 ലോക ചെസ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ വനിതയാണ് കൊനേരു ഹംപി. അപ്പോൾ കൊനേരു ഹംപിയെ നമ്മൾ മറക്കാൻ പാടില്ല. ചെസ്സുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 3 വനിതകളാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. കൊനേരു ഹംപി, ഡി ഹരിക, ആർ വൈശാലി. വൈശാലി നമുക്കറിയാം പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. കൊനേരു ഹംപിയുടെ കാര്യം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 2024 നടന്ന ലോക ചെസ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി.